ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇന്ന് ചെറുപ്പക്കാരെ പോലും അലട്ടുന്ന ഒരു പ്രശ്നമാണ്, വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് രോഗങ്ങളെ ഭയം. മുൻപ് ഇത് അങ്ങിങ്ങ് പലരിലും കാണുന്നുണ്ടായിരുന്നെങ്കിലും ഈ കോവിഡ് കാലത്തോടു കൂടിയാണ് ഇത് ചെറുപ്പക്കാരിൽ പോലും വളരെ കോമൺ ആയിട്ട് വരികയും പടരുകയും പലരിലും ഈ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാം. തലയ്ക്ക് ചെറിയൊരു വേദന ഇല്ലെങ്കിൽ പെരുപ്പ്, ഇത് ബ്രെയിൻ ക്യാൻസർ ആണ്, ഇല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ളൊരു രോഗമാണ്, സ്ട്രോക്കാണ്, എനിക്കിപ്പോൾ തലകറങ്ങി വീഴും, എൻ്റെ ഒരു ഭാഗം തടന്നു പോകും. നെഞ്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു വേദന അല്ലെങ്കിൽ ഗ്യാസ് കയറിക്കുന്ന ഒരു ശോധന, ഹാർട്ട് അറ്റാക്ക് തന്നെ. എനിക്ക് ഇനി ഹാർട്ടിൻ്റെ പരിശോധന നടത്താതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവർ ഓടിപ്പോയി ഡോക്ടറെ കാണുന്നു, ECG എടുക്കുന്നു, പരിശോധന നടത്തുന്നു, കുഴപ്പമില്ല, ഓക്കെ, ആശ്വാസമായി. വയറിനകത്ത് ചെറിയൊരു ഗ്യാസ്, എന്തോ ഇരിക്കുന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു പെരുക്കം, ക്യാൻസർ തന്നെ, കുടലിൽ വരുന്ന ക്യാൻസർ തന്നെ. ഇത് ഗൂഗിൾ ചെയ്ത് നോക്കുന്നു, ഗൂഗിളിൽ പലവിധ പേടിപ്പിക്കുന്ന വാർത്തകൾ കാണുന്നു, ഇതെല്ലാമായിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോകുന്നു. ഇത് വളരെ കോമൺ ആയിട്ട് ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രശ്നമാണിത്. ഹെൽത്ത് ആങ്സൈറ്റി അഥവാ രോഗങ്ങളെ പേടി എന്ന് പറയുന്ന ഒരു അവസ്ഥ. പലപ്പോഴും ഇത്തരക്കാര് അവർക്ക് വിശ്വാസവും അടുപ്പമുള്ള ഡോക്ടർമാരെ വിളിച്ചു ചോദിക്കുന്നു, ഇല്ലെങ്കിൽ പോയി കാണുന്നു. ഡോക്ടർ പരിശോധിച്ചു, ഇല്ലടേ നിനക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസമാകുന്നു. വീണ്ടും മുന്നോട്ട് പോകുന്നു. നമ്മൾ വാർത്തയിൽ എന്തെങ്കിലും ഒരു രോഗത്തിനെ കുറിച്ച് കേൾക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു രോഗം വന്ന് മരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും ഈ അസുഖം ഉണ്ടോ എന്നൊരു ഭയം തുടങ്ങുന്നു. ചിലർ അവർക്ക് പ്രിയപ്പെട്ട ഡോക്ടറൊന്നും ആവണമെന്നില്ല, ആശുപത്രിയിൽ പോയി ഡോക്ടറെ എനിക്ക് ഇന്ന അസുഖമാണോ എന്ന് ഭയം. വളരെ കോമൺ ആയിട്ട് ഇത്തരക്കാർ വരുന്നതുകൊണ്ട് ഡോക്ടർമാർക്ക് ഈ പ്രശ്നത്തിനെ കുറിച്ച് അറിയാം, ലാബുകാർക്കും പ്രശ്നത്തിനെ കുറിച്ച് അറിയാം. അവർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പ് എഴുതി കൊടുക്കുന്നു, ഒരു ലോഡ് ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റിലൊന്നും വലിയ കുഴപ്പമില്ല, സമാധാനമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. അടുത്ത ഒരു പ്രശ്നം വരുന്നത് വരെ ഇവർക്ക് ഒരല്പം ആശ്വാസം ഉണ്ടായിരിക്കും. ഈ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കാം. 3-4 കാരണം കൊണ്ട് വളരെ കോമൺ ആയിട്ട് ഈ പ്രശ്നം ജനങ്ങളിൽ ഇന്ന് ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത്തത് ഫാമിലി ഹിസ്റ്ററിയാണ്. നമ്മുടെ കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരല്പം ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി, ഉത്കണ്ഠ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രോഗം വരാനുള്ള സാധ്യത വളരെയേറെയാണ്. നിങ്ങളുടെ അച്ഛന് മാത്രമാണ് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കാണ് ഈ ഒരു പ്രശ്നമെങ്കിൽ ഏകദേശം 40 മുതൽ 50% സാധ്യത നിങ്ങൾക്കൊണ്ട് ഇത് വരാൻ. എന്നാൽ അച്ഛന് നല്ല ടെൻഷനുള്ള പാർട്ടിയാണ്, അമ്മയ്ക്ക് ഒരു പൊടിക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 75-80% ടെൻഷൻ അതായത് ആങ്സൈറ്റി വരാനുള്ള സാധ്യത ഏറെയാണ്. ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ആങ്സൈറ്റിയാണ്, ഉത്കണ്ഠയാണ് എന്നുള്ളത് ഒരിക്കലും വിചാരിക്കില്ല. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ ഞാനിത് കണ്ടുപിടിക്കണ്ടേ എന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾ ഓടുന്നത്. പ്രത്യേകിച്ച് രോഗമൊന്നും കണ്ടുപിടിക്കുന്നില്ല അല്ലെങ്കിൽ ഇല്ല എന്ന് കാണുമ്പോഴത്തേക്കും തൽക്കാലം ഒരു ആശ്വാസമാകും. ഇന്ന് ഈ ഹെൽത്ത് ആങ്സൈറ്റി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പാരമ്പര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർക്കാണ്. രണ്ടാമത്തത്, നമ്മുടെ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ കേട്ടുവരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള കഥകളും നിറം പിടിപ്പിച്ചിട്ടുള്ള പലവിധ രോഗലക്ഷണങ്ങളും പലപ്പോഴും നമുക്ക് ഈ ഹെൽത്ത് ആങ്സൈറ്റി ഉണ്ടായി എന്ന് വരാം. നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു 15-20 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അന്ന് സെർച്ച് എഞ്ചിനുകളില്ല. നമുക്ക് എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോയി ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ആരോഗ്യ മാസികകൾ വരുന്നപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ഏതെങ്കിലും ചില വാരികകളിലോ മാസികകളിലോ പുറകിൽ ആരോഗ്യ പേജ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ മാത്രമായിരുന്നു നമുക്കിന്ന് അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു മാർഗം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നോ ആരോഗ്യ മാസികകൾ തന്നെ എത്ര തരമാണ് നമ്മുടെ മാർക്കറ്റിൽ വരുന്നത്. വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഡോക്ടർമാരും ഡോക്ടർമാരല്ലാത്തവരും വിളമ്പുന്ന അറിവുകൾ ഇഷ്ടം പോലെ. ഇതൊന്നും കൂടാതെയാണ് ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകൾ. സെർച്ച് എഞ്ചിനുകളുടെ പ്രത്യേകത, ഇപ്പോൾ ഗൂഗിളോ യൂട്യൂബോ ഒക്കെ ആണെങ്കിൽ തന്നെ നിങ്ങളിപ്പോൾ അതിനകത്തൊരു രോഗത്തിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണ്, ഈ ഗൂഗിൾ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ നിങ്ങളുടെ മുമ്പ് എന്താ തരുന്നത്? ഈ രോഗത്തിന്റെ ഏറ്റവും കൂടിയ ഒരു കാര്യമാണ് കൊണ്ടുതരുന്നത്. ഉദാഹരണത്തിന് തലവേദനയുണ്ട്, ആദ്യം തന്നെ ഇത് കാണിക്കുന്നത് ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ ബ്രെയിൻ ക്യാൻസർ ആയിരിക്കും. പൊതുവെ ആങ്സൈറ്റി ഉള്ള ഒരാൾ ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം ന്യൂസുകൾ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും. ഉടൻ തന്നെ അവരതിൻ്റെ തൊട്ട് താഴെ കാണുന്ന എമർജൻസി നമ്പറിൽ വിളിക്കുന്നു, ആശുപത്രിയിൽ പോകുന്നു, സ്കാൻ ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, സഡനായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക ആഘാതം. ഉദാഹരണത്തിന് നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും പെട്ടെന്ന് മരണപ്പെടുകയാണ്, ഒരു രോഗവുമില്ല, ഹാർട്ട് അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീണു മരിക്കുന്നു. ഇല്ലെങ്കിൽ ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടൊരു വ്യക്തിക്ക് സഡനായിട്ട് സ്ട്രോക്ക് വരുന്നു, കിടപ്പിലാകുന്നു. ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ, ആരോഗ്യം നോക്കുന്നവർക്ക് അസുഖം വരാമെങ്കിൽ നമുക്ക് വരൂലേ? ടെൻഷൻ അതോടുകൂടി തുടങ്ങുകയാണ്. ഈ തരത്തിൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർക്ക് പല കാരണങ്ങൾ കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ തുടങ്ങാറുണ്ട്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഈ രോഗത്തിന് ഒരു കുതിച്ചുചാട്ടം ഉണ്ടായി എന്ന് പറയുന്നതിന് കാരണം, കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് വേറെ ഒരു പണിയുമില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും ഗൂഗിൾ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. ഇതിലൂടെ വരുന്ന ആരോഗ്യത്തിനെ കുറിച്ചുള്ള വാർത്തകൾ, സെർച്ച് എഞ്ചിനുകളിലൂടെ നമ്മുടെ അടുത്തേക്ക് എത്തുന്ന കോവിഡിനെ കുറിച്ചുള്ള പേടിപ്പിക്കുന്ന കണക്കുകൾ, പലവിധ മരണ വാർത്തകൾ, കോവിഡ് കഴിഞ്ഞവർക്ക് വരുന്ന ഞെട്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, ഇതെല്ലാം തന്നെ പൊതുവെ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർക്ക് വല്ലാണ്ട് ഈ രോഗം കൂടുന്നതിന് കാരണമായിട്ടുണ്ട്.
ഇനി ഈ രോഗമുള്ളവർക്ക് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം? സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന മാർഗങ്ങൾ വിശദീകരിക്കാം. ഒന്നാമത്തത്, ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും ഈ പറഞ്ഞ പ്രശ്നം, അതായത് ഹെൽത്ത് ആങ്സൈറ്റി അഥവാ ഹെൽത്ത് ഉത്കണ്ഠ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ വാഹനത്തിലും വീട്ടിലെല്ലാം തന്നെ കള്ളന്മാർ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അടിക്കാൻ വേണ്ടി നമ്മൾ അലാറം വെച്ചിരിക്കില്ലേ? ഈ അലാറം ഒരു കാരണമില്ലാതെ പെട്ടെന്ന് കാറിൽ അലാറം മുഴങ്ങിയാലോ നമുക്ക് ചുറ്റുമുള്ളവർക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ലേ? അതേപോലെയാണ് ഈ ഹെൽത്ത് ആങ്സൈറ്റി എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രതിരോധ മാർഗമായിട്ട് തന്നിരിക്കുന്നതാണ്. എന്നാൽ അനാവശ്യ സാഹചര്യങ്ങളിൽ ഈ അലാറം അടിക്കുമ്പോഴാണ് പൊതുവെ നമുക്കും നമ്മുടെ ആരോഗ്യത്തിനും മറ്റുള്ളവർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഈ മാറ്റങ്ങൾ, അമിതമായിട്ടുള്ള ഈ ടെൻഷൻ ഹെൽത്ത് ആങ്സൈറ്റി ആണ് അല്ലെങ്കിൽ രോഗ ഉത്കണ്ഠയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സ്വയം ഇത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് സ്വയം ഇതിനെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, അമിതമായ ആങ്സൈറ്റി ഉണ്ട് അല്ലെങ്കിൽ എനിക്കിതിന് ടെൻഷൻ ഉണ്ട് എന്ന് സ്വയം അറിയാവുന്നുള്ള, അത് മനസ്സിലാക്കിയിട്ടുള്ള, അത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നെഞ്ചെടുപ്പ് വരികയാണ്. സ്വയം ആശ്വസിപ്പിക്കാം, സാരമില്ല, ഇത് ഹാർട്ട് അറ്റാക്ക് അല്ല, ഇത് വെറും ഉത്കണ്ഠയാണ്, ശാന്തമാകൂ എന്ന് ആശ്വസിപ്പിക്കാം. ഇങ്ങനെ ഒന്ന് സ്വയം ഒന്ന് കൂളാക്കുക. തലയ്ക്ക് ഇത്തരത്തിലൊരു പെരുപ്പ് വരുമ്പോൾ ഇത് ട്യൂമർ അല്ല, ഇത് ടെൻഷൻ കയറിയിട്ട് വരുന്നതാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പ്രശ്നം പകുതി മാറുന്നത് കാണാം. ഇനി മൂന്നാമത്തെ മാർഗം, അമിതമായി രോഗപേടിയുള്ളവർ സെർച്ച് എഞ്ചിനുകളെ രോഗത്തിന് വേണ്ടി ആശ്രയിക്കാതിരിക്കുക. ഗൂഗിളിൽ കയറി രോഗങ്ങളെ പറ്റി സെർച്ച് ചെയ്യാതിരിക്കുക. യൂട്യൂബിൽ അനാവശ്യമായിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന വാർത്തകളും അല്ലെങ്കിൽ വീഡിയോസും കാണാതിരിക്കുക. വാട്സപ്പിലൂടെ ആരോഗ്യത്തിനെക്കുറിച്ച് വരുന്ന സാധനങ്ങളെ പോയി റിസർച്ച് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നാട്ടിൽ കാണുന്ന സകല വിധത്തിലുള്ള ആരോഗ്യകരമായിട്ടുള്ള മാസികകൾ വാങ്ങി ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കുക. ഈ ഒരു രീതിക്ക് നിങ്ങൾ സ്വയം ആരോഗ്യത്തിനെക്കുറിച്ച് സ്വയം അറിയാനുള്ള ഒരു ശ്രമം ഒഴിവാക്കുക. ഇത് ആങ്സൈറ്റി അഥവാ രോഗപേടിയുള്ളവർ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾ ഈ രോഗങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ള ഗാഡ്ജറ്റ്സുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. നിങ്ങൾക്ക് രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ BP ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡോക്ടറെ പോയി കണ്ടിട്ട് ഡോക്ടർ പരിശോധിച്ച് നിങ്ങൾക്ക് BP ഉണ്ടെങ്കിൽ പറയും. അതിനുവേണ്ടി ഒരു BP മെഷീൻ വീട്ടിൽ വാങ്ങി വച്ചാൽ ദിവസവും 3 നേരം ഇത് കെട്ടി BP ഉണ്ടോ എന്ന് പരിശോധിക്കാനേ നിങ്ങൾക്ക് സമയം ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെ പരിശോധിച്ചാൽ തന്നെ സ്വയം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ആങ്സൈറ്റി കൂടുകയും ക്രമേണ നിങ്ങളുടെ രോഗപ്പേടി കൂടി വരുന്നതിന് കാരണമാകും. BP മെഷീൻ മാത്രമല്ല, ഹെൽത്ത് ട്രാക്കർ, നിങ്ങൾ പലരും കയ്യിൽ നിങ്ങളുടെ ആരോഗ്യം അറിയുന്നതിന് വേണ്ടി കെട്ടുന്ന യന്ത്രങ്ങളില്ലേ, ഇതെല്ലാം തന്നെ, ഇത്തരം ഹെൽത്ത് വാച്ചുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അമിതമായി ആങ്സൈറ്റി ഉള്ളവർക്ക് അത് കൂടാൻ കാരണമാകും. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം വാഹനം ഓടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് നെഞ്ചിനകത്ത് ഗ്യാസ് കയറുകയാണെന്നുണ്ടെങ്കിൽ വാഹനം സൈഡിൽ ഒതുക്കി അദ്ദേഹം വാച്ചിൽ നോക്കി ഹൃദയമിടിപ്പ് നോക്കും. ഹൃദയമിടിപ്പ് ഒരല്പം കൂടുതലാണെന്ന് കണ്ടാൽ ഉടൻ തന്നെ അദ്ദേഹം നേരെ വാഹനം തിരിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് പോകും. ഇത്തരത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ ഇത്തരം യന്ത്രങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് മാത്രം ഇത്തരം പരിശോധനകൾ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം, അമിതമായി രോഗപേടിയുള്ളവർ ശരീരത്തിന്റെ പല ഭാഗത്തും വരുന്ന ചെറിയ ലക്ഷണങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെന്ന് സ്വയം അറിയാം, ശരീരത്തിന്റെ എവിടെയെങ്കിലും ചെറിയൊരു പാട് കണ്ടു, ഇല്ലെങ്കിൽ ഒരു മോള് കണ്ടു, ശ്രദ്ധിക്കാതിരിക്കുക, മൈൻഡ് ചെയ്യാതിരിക്കുക, അതിന് വലിയ ശ്രദ്ധ കൊടുക്കരുത്. നിങ്ങൾക്ക് ചെറുതായിട്ട് നെഞ്ചിടിപ്പ് വരുന്നു അല്ലെങ്കിൽ നെഞ്ചിൽ ഭാരം പോലിരിക്കുന്നു, ശ്രദ്ധിക്കാതിരിക്കുക. തലയുടെ ബേക്കിൽ പെരുപ്പ് വരുന്നു, കാര്യമായിട്ട് മൈൻഡ് ചെയ്യേണ്ട. നിങ്ങളെ ഈ ലക്ഷണങ്ങൾ ഗൗരവകരമായി അലട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുകൊണ്ട് വേറൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുകൊണ്ട് മാരകമായിട്ടുള്ള യാതൊരു രോഗങ്ങളും വരാൻ പോകുന്നില്ല എന്ന് സ്വയം മനസ്സിലാക്കുക. ഇത്തരം ചെറിയ ലക്ഷണങ്ങളെ മൈൻഡ് ചെയ്യാതിരുന്നാൽ, നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ തന്നെ ഈ ലക്ഷണങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകുന്നത് കാണാം. അടുത്ത കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ഫുൾ ടൈം എൻഗേജ്ഡ് ആകുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക. അതോടൊപ്പം തന്നെ ഒഴിവ് സമയത്ത് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുക. അവരുടെ കൂടെ ഉല്ലാസപരമായ കാര്യങ്ങൾ ചെയ്യുക, കളിക്കുക, സിനിമ കാണുക, പാട്ട് കേൾക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബികളിൽ വ്യാപൃതരാകുക. ഇങ്ങനെ നിങ്ങൾ എൻജോയ്മെൻറ്റ്, ലൈഫിനെ കുറച്ചുകൂടി എൻഗേജ്ഡ് ആക്കി, അതായത് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളിലും നിങ്ങളുടെ വ്യായാമത്തിലും അതേപോലെ ജോലിയിലും കൂടുതലായിട്ട് എൻഗേജ്ഡ് ആകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഒരു പരിധിവരെ നിങ്ങളെ ഈ രോഗപ്പേടിയിൽ നിന്നും ഹെൽത്ത് ആങ്സൈറ്റിയിൽ നിന്നും മാറി നിൽക്കാനായിട്ട് സഹായിക്കും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വ്യായാമമാണ്. ചിട്ടയായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കോൺഫിഡൻസ് നല്ല തോതിൽ വർദ്ധിപ്പിക്കും. നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ച് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത്തരത്തിലുള്ള രോഗങ്ങളും ഹെൽത്ത് ആങ്സൈറ്റി എല്ലാം ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും.
അടുത്തത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് സഡനായിട്ട് ഇങ്ങനെ ഒരു ടെൻഷൻ വരുന്നു, ഒരു രോഗം വരുന്നു. ഈ രോഗത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും തോറും നിങ്ങൾക്ക് ഈ ടെൻഷൻ കൂടി വരും, ഈ രോഗലക്ഷണം കൂടി വരുന്നത് കാണാം. ഇത് മാറുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ടെൻഷൻ വന്നാൽ, രോഗത്തിനെ പറ്റി ഒരു ഓർമ്മ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് തന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസ് അഥവാ ശ്വസന വ്യായാമം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിനെയും മസിൽസിനെയും പെട്ടെന്ന് തന്നെ റിലാക്സ് ചെയ്യിക്കാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഞാൻ ഇതിനു മുമ്പ് ഇത് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ നിവർന്ന് ഇരുന്നതിന് ശേഷം വായടച്ച് മൂക്കുകൊണ്ട് 3 സെക്കൻഡിൽ മാക്സിമം ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു കയറ്റുക. എന്നിട്ട് ഒരു 8 സെക്കൻഡ് നിങ്ങൾ അങ്ങനെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം പരമാവധി ചെറിയ സമയം കൊണ്ട്, അതായത് ഒരു 8 സെക്കൻഡ് കൊണ്ട് പതിയെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് 2-3 തവണ ആവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ശരീരവും മനസ്സും റിലാക്സ് ചെയ്യുകയും നിങ്ങളുടെ രോഗത്തിനെ കുറിച്ചുള്ള ശ്രദ്ധ തന്നെ കുറഞ്ഞു വരികയും ഈ രോഗത്തിൻ്റെ തീവ്രത കുറഞ്ഞു വരികയും ചെയ്യും. ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ രോഗപേടിയെക്കുറിച്ചുള്ള ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും തൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയാതെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.